ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രൻ തൻ്റെ കട വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദാസിൻ്റെ അടുത്തോട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ദാസിൻ്റെ മുന്നിൽ കുമ്പസരിക്കുന്നത് പോലെ കുമ്പസരിച്ചും കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ കട എൻ്റെ ജീവനാണ്, പ്രാണനാണ്, അതില്ലാതെ എനിക്ക് കഴിയില്ല എന്നല്ല ആ ഒരു വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ദാസല്ലേ തൻ്റെ കയ്യിൽ കിട്ടാനിരിക്കുകയായിരുന്നു. അത് ദാസ് മുതലെടുക്കുക തന്നെ ചെയ്തിരിക്കുന്നു കേട്ടോ. അങ്ങനെ ദാസ് പറയണേ, ഇന്ദ്ര, നീയും നിൻ്റെ അമ്മയും മനുഷ്യജന്മങ്ങളാണോ എന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും മനുഷ്യജന്മങ്ങളുടെ സ്വഭാവം പോലും ഇല്ല. അതാണ് നിങ്ങളുടെ ക്യാരക്ടർ എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. ഇതേ സമയം നിനക്ക് ഇന്ദ്ര പറയുന്ന 25 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആ കട എനിക്ക് തരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാവും എന്ന് കരുതി തന്നെയാണ് ഞാൻ അനുപമയുടെ പേരിൽ ഇതാക്കിയത്. അതുകൊണ്ട് സോറി ഇന്ദ്ര, ഇക്കാര്യത്തിൽ നിന്നെയൊക്കെ എനിക്ക് സഹായിക്കാൻ കഴിയില്ല. എനിക്ക് എൻ്റെ അണ്ണൻ്റെ മകൾ അനുപമയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്. അവളെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവളുടെ ജീവിതം പച്ച പിടിക്കുന്നത് കാണാനും എൻ്റെ അണ്ണൻ്റെ മനസ്സമാധാനമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഈ വാക്കുകളൊക്കെ കേൾക്കുന്ന ഇന്ദ്രൻ ആകെ നാണം കെട്ട് ദാസിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇത്രയും നാണക്കേട് സഹിക്കേണ്ടി വന്നിട്ടില്ല. ദാസിനെ പറയേണ്ടതൊക്കെ ദാസ് പറഞ്ഞിരിക്കുന്നു. താനൊരാണാണ്, അമ്മയുടെ സാരത്തുമ്പിൽ ഇപ്പോഴും തന്നെ നടത്താൻ തെറ്റാണെന്ന് കണ്ടിട്ടും താൻ തെറ്റിൻ്റെ കൂടെ പോകുന്നതിലാണ് എനിക്ക് സങ്കടം എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇന്ദ്രനാകെ നാണം കിട്ടു പോകണിട്ട്. ഇന്ദ്രനാകെ ചമ്മി തല താഴ്ത്തി അവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ഇനി നീ ഈ ആവശ്യവുമായി എൻ്റെ മുന്നിലോട്ട് വരരുത്. അനുപമ നല്ലൊരു തീരുമാനം എടുത്തത്. ഇപ്പോൾ അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ മക്കളിൽ ഒന്നെങ്കിലും നേരായല്ലോ എന്നൊരു അഭിമാനം എന്നിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. പിന്നീട് തനിക്ക് കട പോലും ഇല്ലാത്ത ആ അവസ്ഥ വരുന്ന ഇന്ദ്രൻ ആകെ സങ്കടത്തോടു കൂടി കുടിച്ചും കൊണ്ട് തൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ സുശീല ചോദിക്കുമ്പോൾ എന്താണ് നിനക്ക് പറ്റിയത്, നീ എന്തിനാണ് കുടിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം പോയി അമ്മേ, എല്ലാം കൈവിട്ട്. അതിന് മാത്രം എന്താടാ ഉണ്ടായത്? അത് എല്ലാം കൈവിട്ട് പോയി അമ്മേ എന്ന് പറയുന്നത്. അപ്പോൾ ഉടനെ എന്നെ സുശീല ചോദിക്കുന്നുണ്ട്, എന്താടാ അമ്മ കാരണം എല്ലാം എനിക്ക് നഷ്ടമായി. അമ്മ ഒരൊറ്റ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ എനിക്ക് വന്നത്. ഇപ്പം എൻ്റെ കടയും പോയി, എൻ്റെ ഭാര്യയും പോയി, എൻ്റെ കുഞ്ഞും പോയി, എൻ്റെ കടയും പോയി. ഇതൊക്കെ കുടിച്ച വെളിവില്ലായ്മയിലാണ് ഈ പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ സുശീല പറയും, എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ അമ്മയെക്കുറിച്ച് നീ കുറ്റം പറയുകയാണ്. പിന്നെ ഞാൻ ആരെക്കുറിച്ചാണ് പറയേണ്ടത്? ഞാൻ ആരെയും കുറിച്ച് പറയുന്നില്ല. തെറ്റ് എൻ്റെ അടുത്താണ്. ഞാൻ തന്നെയാണ് ഇവിടെ തെറ്റുകാരൻ, ഞാൻ തന്നെയാണ് എല്ലാത്തിനും പ്രശ്നക്കാരൻ എന്നൊക്കെയുള്ള ആ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞും കൊണ്ട് തുടരുകയാണ് കേട്ടോ. ഇതേ സമയം സുശീലയോട് പറയണേ, എൻ്റെ കട പോയി, അനുഭവം വന്നിരിക്കുന്നു. ഇന്ന് എൻ്റെ കടയിലോട്ട് അനുഭവം വന്നിരിക്കുന്നു. അവൾ എന്നെ 10 ദിവസത്തെ അവധിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ആ കടയിൽ നിന്ന് എന്നോട് ഇറങ്ങിപ്പോവാൻ. ഇനി ആ കടയും കാര്യങ്ങളൊക്കെ നോക്കുന്ന അവളാണ് ഇത്ര എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ ഒന്ന് ഞെട്ടിപ്പോകുന്നു കേട്ടോ. ഈശ്വര, ഇനി താൻ എന്ത് ചെയ്യുമെന്ന് ആ പ്രതിസന്ധി സുശീലാവാണ്. അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ മയക്കത്തിലാണെങ്കിൽ എൻ്റെ കടയും പോയി, എൻ്റെ ഭാര്യയും പോയി, എൻ്റെ കുഞ്ഞും പോയി എന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ ഉറക്കെ നിലവിളിച്ചും കൊണ്ട് ഇതിങ്ങനെ പറയുമ്പോൾ സുശീലയാണെങ്കിലും ഇതിനെല്ലാം കാരണക്കാരൻ അവനാണ്, അതായത് ആ രവിയാണ്, അവനാണ് ഇതിൻ്റെ പിറകിൽ കളിക്കുന്നത്. അങ്ങനെ ഇത് വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ല എന്ന തീരുമാനം സുശീല എടുക്കുന്നു കേട്ടോ. പിന്നീട് സുശീലക്ക് ഉറക്കം കിട്ടുന്നില്ല. എന്നാലും അവളെ ഈ വീട്ടിലോട്ട് കയറ്റില്ല. അവൾ കളി തുടങ്ങിയെങ്കിൽ എനിക്ക് ഡബിൾ കളി കളിക്കാൻ എനിക്കറിയാം. കുത്തിത്തിരിപ്പ്, ആ കുത്തിത്തിരിപ്പ് തന്നെ നടത്താം എന്ന് സുശീല ചിന്തിക്കുന്നു കേട്ടോ. ഈ സമയം ചീരു ലതികയ്ക്കും ലംബോദരനും ചായയുമായി കൊണ്ടുവരണേ. എന്താ അമ്മേ പതിവില്ലാതെ ഈ വഴിക്ക് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മക്കൾക്ക് വേണ്ടി അർച്ചന ചെയ്യിപ്പിക്കാൻ പോകുന്നതാണല്ലോ, അത് മോൾക്ക് അറിയാലോ. എന്തായാലും നിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ തീരുമെന്നും തോന്നുന്നില്ല. വിനയൻ നിന്നെ ഒത്തിരി തവണയായി കാത്തിരിക്കുന്നു. പക്ഷെ നീ സ്വയം മനസ്സാലെ അങ്ങോട്ടേക്ക് വരണമെന്ന വിനയൻ്റെ ആഗ്രഹം. ഒരിക്കലും വിനയൻ നിന്നെ ഇനി ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിക്കില്ല. എൻ്റെ മോള് എന്നാ അങ്ങോട്ടേക്ക് വരുന്നത്? ഈ അമ്മയ്ക്ക് നിന്നെയും കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ തിടുക്കമായി. അമ്മയ്ക്ക് നിന്നെയൊക്കെ ശുശ്രൂഷിച്ച് ജീവിക്കാൻ എനിക്ക് തിടുക്കമായി എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചീരുവിന് സന്തോഷമാവുന്നുണ്ട്. ചീരു പറയണേ, അമ്മയും അച്ഛനൊക്കെ ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ, അമ്പിളി ചേച്ചി എല്ലാവരും വരട്ടെ, അതിനുശേഷം ആവാം. എന്തായാലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവട്ടെ, അതിനുശേഷം ആവാം എന്ന് പറയണേട്ടാ. പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി എണീക്കുമ്പോൾ കാണുന്ന കാഴ്ച വിനയൻ ഇങ്ങനെ ലെക്ക് കെട്ടി ഇരിക്കുന്നതാണ്. കാരണം ആ ഒരു കെട്ടൊക്കെ മാറിയിരിക്കുന്നു. അങ്ങനെ വിനയൻ്റെ അരികിലോട്ട് ചായയുമായി വരികയാണ്. അപ്പോൾ ഇന്ദ്രൻ പറയണേ, എനിക്ക് വല്ലാത്തൊരു തലവേദന. അതെങ്ങനെ നിനക്ക് തലവേദന ഇല്ലാതിരിക്കും? നീ ഇന്നലെ വന്ന ലെവൽ എന്താണ്? നിന്റെ 2 കാലും നിലത്ത് കുത്താൻ കഴിഞ്ഞിരുന്നു. അത് കേട്ട ഉടനെ ഇന്ദ്രൻ, അമ്മേ എൻ്റെ മനസ്സ് വല്ലാതെ പിടിവിട്ടു പോയി. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന എനിക്ക് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് നഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്? നിനക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, അതൊക്കെ നിന്റെ തോന്നലാണ്. എന്താ അമ്മ പറയുന്നത്? അവൾ 10 ദിവസത്തെ കാലാവധിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. അവളുടെ കണ്ണിലെ തേജാലം ഞാൻ നേരിട്ട് കണ്ടതാണ് അമ്മേ. എനിക്ക് 10 ദിവസം കാലാവധിക്കുള്ളിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ആ കട വിട്ടുകൊടുക്കുക തന്നെ വേണ്ടി വരും. ഇന്ദ്രൻ ഊണിലും ഉറക്കത്തിലും കെട്ടുപെടുത്തുണ്ടാക്കിയ ആ കട ഇന്ന് ഇനി
മറ്റുള്ളവരുടേതാവുമ്പോൾ എൻ്റെ വിഷമം അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് ആരോടും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് കഴിയില്ല. എൻ്റെ നെഞ്ചിൽ നിന്നും ഒരു സാധനം പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ, എടാ ഇതിനൊക്കെ കാരണക്കാരി ആരാണെന്ന് നിനക്കറിയോ? കാരണക്കാരൻ ആരാണെന്ന് നിനക്കറിയോ? ആരാ അമ്മേ? അതെ, രവിയാണ്. അവളെ മൂർച്ചയുള്ള വാക്കുകൾ കൊടുത്ത് രവിയാണ് അവളെ ഇതിനെല്ലാം മുന്നിലോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. രവിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിന്റെ കുടുംബജീവിതം തകർക്കാൻ നോക്കുന്നത് രവിയാണ്. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? അല്ല, അവനിൽ ഒരു തോന്നലുണ്ട്. അവൻ്റെ കുടുംബജീവിതം ഞാനും നീയും അർഷയെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാനുള്ള ആ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു തോന്നലാണ്. അവൻ പഴയതുപോലെയല്ല ഇപ്പോൾ എന്നോട് പെരുമാറുന്നതെന്നൊക്കെ പറയുമ്പോൾ, നീ വാടാ, നമുക്കത് ചോദ്യം ചെയ്യാം. അവനെ ഒരു വാണിംഗ് കൊടുക്കണം. അവൻ കാരണമാണ് അനുപമയ്ക്ക് ഇത്രയും എനർജിയും കരുത്തൊക്കെ വരുന്നത്. അത് തടയിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനൊരു പരിഹാരമാവുമെന്ന് പറയാനായിട്ടാ. അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇന്ദ്രനും തോന്നണം അത് ശരിയാണ്, അതിലൊരു ശരിയുണ്ടെന്ന് ഇന്ദ്രനും തോന്നണം. അങ്ങനെ ഇന്ദ്രനും അവിടെ നിന്ന് അങ്ങ് ഇറങ്ങാനായിട്ടാ. അങ്ങനെ സുശീലയുടെ വാക്കും കേട്ട് ഇന്ദ്രൻ ഇനി രവിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹർഷയുടെ വീട്ടിലെത്താണ്. ഈ സമയം അവിടെ രവി ഉണ്ടാവില്ല. അങ്ങനെ ഹർഷ, ആഹാ, ഇത് പതിവില്ലാത്തൊരു അതിഥികളെയാണല്ലോ കാണുന്നത്, ഇന്ദ്രൻ എന്താ ഈ വഴിക്ക് എന്നും പറഞ്ഞ് ഹർഷ തൻ്റെ കണ്ണും നാവൊക്കെ പുറത്തോട്ട് ഇട്ടിട്ട് വരാനിട്ട. ഇന്ദ്രനെ കാണുമ്പോഴുള്ള ഹർഷയുടെ ആ ഒരു തുള്ളലുണ്ടല്ലോ, ഒരു പ്രത്യേക സുഖമാണല്ലോ ഹർഷയ്ക്ക് ഇന്ദ്രനെ കാണുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ഇന്ദ്രനെ കണ്ട ഉടനെ, എന്താ ഇന്ദ്ര നീ മടിച്ച് നിൽക്കുന്ന, അകത്തോട്ട് കയറി വാ എന്നൊക്കെ പറയുമ്പോൾ, നിന്റെ ഭർത്താവ് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടാ. അങ്ങനെ എങ്ങോട്ടാ പോയതെന്നറിയില്ല. അപ്പോൾ ഉടൻ തന്നെ, ഇവിടെ ഇല്ലേ അവൻ? ഇല്ല, അവൻ ചെയ്യുന്ന ഓരോ വേലത്തരങ്ങൾ കൊണ്ട് കുടുംബജീവിതം തകർന്നും കൊണ്ടിരിക്കുകയാണ്. അത് കേട്ട ഉടൻ തന്നെ, എന്താ നീ പറഞ്ഞത്? അതെ, ഇന്ദ്രൻ്റെ കടയുണ്ടല്ലോ, ആ കട രവി പറഞ്ഞു കൊടുത്ത നിർദ്ദേശപ്രകാരം ഇപ്പോൾ അനുപമ ഇന്ദ്രനോട് ഒരു വാൺ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. 10 ദിവസത്തെ കാലാവധി. ഇതൊക്കെ പറയുന്നത് നമ്മൾ അവളോട് ചെയ്തില്ല, അതിനുള്ള പ്രതികാരമാണ് അവൾ ഇപ്പോൾ നമ്മളോട് ചെയ്യുന്നത്. എന്താ സുശീലാൻ്റെ ഈ പറയുന്ന? അനുപമ അത് ചെയ്തെന്ന? ആ, അനുപമ തന്നെ. അനുപമക്ക് നിന്റെ ഭർത്താവാണ് മൂർച്ചയുള്ള വാക്കുകൾ കൊടുത്ത് അനുപമയെ എൻ്റെ മകനെയും എനിക്കും എൻ്റെ മകനിക്കും നേരെ അനുപമയെ തിരിക്കുന്നത്. അവളൊരു മിണ്ടാപ്പൂച്ചയായിരുന്നു, അവൾ ചായ എടുത്ത് നടന്നവളായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, അവൾ എൻ്റെ മകൻ്റെ നേർക്ക് കൈ ഉയർത്താൻ പോലും ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ധൈര്യം കൊടുത്തത് നിന്റെ ഭർത്താവ് തന്നെ എന്നൊക്കെയുള്ള വാക്കുകൾ പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയമാണ് രവി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇനി ആർക്കുള്ള ഗൂഢാലോചനയാണ് നിങ്ങൾ നടത്തുന്നത്? ആർക്കുള്ള ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ഹർഷ ഇടപെടാണ്. ദേ രവിയേട്ടാ, എന്നെ കാണാൻ വന്ന അതിഥികളാണ്, അവരെ നിങ്ങൾ മനഃപൂർവ്വം വേദനിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ആടി, ഇവർ ഈ വീട്ടിലോട്ട് വരരുതെന്ന്, ഈ തള്ള വരരുതെന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. പിന്നെ എന്തിനാണ് ഈ തള്ളയെ നീ ഇവിടെ സൽക്കരിക്കുന്നത്? അത് ഞാൻ പറഞ്ഞതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഇന്ദ്രനോട് ദേഷ്യം പിടിക്കാനായിട്ടാ. ദേ രവി, നീ എൻ്റെ അമ്മയെക്കുറിച്ച് അപവാദം പറഞ്ഞാലുണ്ടല്ലോ, ആഹാ, അപ്പം നിനക്ക് ശബ്ദമൊക്കെ ഉയരൂല്ലേ എന്നിങ്ങനെ ഇന്ദ്രനോട് രവി ചോദിക്കാനായിട്ടാ. ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ, രവി, ഞാൻ വേറൊരു കാര്യം സംസാരിക്കാനാണ് വന്നത്. ഉടൻ തന്നെ സുശീല പറയണേ, ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കാൻ നീ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്? ആരുടെ അടുത്തോട്ട് പോയ കാര്യമാണ് നിങ്ങൾ പറയുന്നത് എന്നിങ്ങനെ രവി ഇന്ദ്രനോടും സുശീലയോടും ചോദിക്കുമ്പോൾ എടുത്തു ചാടിക്കൊണ്ട് സുശീല പറയാണ്, ഭർത്താവ് ഉപേക്ഷിച്ച ഒരു പെണ്ണിൻ്റെ അടുത്തോട്ട് നീ എന്തിനാടാ പോയി ഓരോ അപവാദങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? ആഹാ, ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണിൻ്റെ അടുത്തോട്ട് പോയ എത്ര വലിയ അപരാധമാണോ? എന്താ നീ ചെയ്യുന്ന തെറ്റല്ലേ എന്ന് ഇന്ദ്രൻ ചോദിച്ചുടനെ രവി പറയാണ്, ഭാര്യയും ഭർത്താവും ജീവിക്കുന്നതിനിടയിൽ നുഴഞ്ഞു കയറുന്ന നിന്റെയൊക്കെ സ്വഭാവമാണോടോ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഒരു പെണ്ണിനെ സഹായിക്കാൻ ചെല്ലുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരമില്ല കേട്ടോ. ഉത്തരം എന്ത് പറയണമെന്നറിയാതെ ഇന്ദ്രനും ഹർഷയും സുശീലയും ഒരുപോലെ നിൽക്കാണ്. എന്നിട്ട് പറയണേ, നീ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ മനസമാധാനത്തോടു കൂടി ജീവിക്കുമ്പോൾ നീയും നിൻ്റെ അമ്മയും എൻ്റെ ഭാര്യയെ പറഞ്ഞ് എന്തെല്ലാം വാക്കുകൾ കൊണ്ടാണ് തെറ്റിദ്ധരിപ്പിച്ചത്? പല സംശയങ്ങളും എന്നിലുണ്ട്. അത് പൊന്തിക്കാൻ നിൽക്കണ്ട, അതിനുള്ള സമയമാവുന്നേ ഉള്ളൂ. ഇവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞു പോലും എനിക്ക് സംശയത്തിൻ്റെ നിഴലിലാണ് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ഹർഷയും ഇന്ദ്രനും ഒന്ന് ഞെട്ടാണ്. അങ്ങനെ രവി ഇന്ദ്രനെയും സുശീലയും നാണം കെടുത്തി അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ താങ്ങാനാവാതെ ഇങ്ങനെ ഹർഷ നോക്കി നിൽക്കണം കേട്ടോ. തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ ആ പോകുന്നത് എന്ന ആ മനോഭാവത്തോടു കൂടി ഹർഷ നോക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന ഓരോ ദിവസം ഓരോ വ്യത്യസ്തമായ കഥകളാണ് കേട്ടോ.